ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ. അപ്പോൾ ഇന്നിവിടെ ഞാൻ കാണിക്കാൻ പോണത് ഒരു വെണ്ട മുളകിട്ടതാണ്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നൊരു രൂപം നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് മൺചട്ടിയിലൊക്കെ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് അല്ലേ. മൺചട്ടി ഇതിലൊന്നുണ്ടാക്കണമെന്ന് കാണിക്കാമെന്ന് ഉദ്ദേശിച്ചാണ് കാണിക്കണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് മൺചട്ടിയിലായിട്ടിട്ട് അങ്ങനെ വരുന്നത്, പുതിയ ചട്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത്, അത് പൊട്ടിയതിൻ്റെ ശേഷം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെല്ലുള്ളി എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ചിലപ്പോൾ ഓരോരുത്തർക്ക് ഉപ്പ് കൂടുതൽ വേണ്ടല്ലോ കുറവ് വേണ്ടല്ലോ ഒക്കെ ഉണ്ടാവും. ഓരോരുത്തരുടെ അളവ് എത്ര വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതൊന്നും ഇപ്പോൾ കണക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അതിലേക്ക് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളി അതും ചോപ്പ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇട്ടെടുത്ത് പിന്നെ അതിൻ്റെ ശേഷമേക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക, കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പുളി വേണ്ടവർക്ക് ഒഴിച്ചെടുത്താൽ മതി. ചിലർക്ക് പുളി കൂടുതൽ വേണ്ടി വരില്ല, തക്കാളിൻ്റെ പുളി മാത്രം മതിയാവും. അപ്പോൾ ഞാനത് ചോറിലേക്കുള്ള കറി ആയതുകൊണ്ട് കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഒഴിച്ച് അടച്ച് വെച്ച് അത് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് വെണ്ട ഇട്ട് കൊടുക്കണം. അതൊരു 100 ഗ്രാമിൻ്റെ മേലെ വെണ്ട ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടെടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ലാസ്റ്റ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ശർക്കരയാണ്. അതിൻ്റെ ശേഷം അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും